കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 9, 14 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് യോഹന്നാൻ്റെ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, ഞങ്ങളും ഫരിസയരും ഉപവസിക്കുകയും നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? അവൻ അവരോട് പറഞ്ഞു, മണവാളൻ കൂടെയുള്ളപ്പോൾ മണവറത്തോഴർക്ക് ദുഃഖമാചരിക്കാനാകുമോ? മണവാളൻ അവരിൽ നിന്ന് അകറ്റപ്പെടുന്ന ദിവസങ്ങൾ വരും, അപ്പോൾ അവർ ഉപവസിക്കും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നോമ്പുകാലത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ഏറ്റെടുക്കാറുള്ള 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നിന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. പ്രാർത്ഥന, ഉപവാസം, ദാനധർമ്മം. ഇത് നമുക്ക് വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ പരമ്പരാഗതമായ രീതിയിൽ ഇവയെല്ലാം നമുക്ക് വേണമെങ്കിൽ അനുഷ്ഠിക്കാൻ പറ്റും. പക്ഷേ ഇന്നത്തെ വായനകളിൽ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യം, ഇതല്പം കൂടി ആത്യന്തികമാക്കുന്നത് നല്ലതാണ്. അപ്പോൾ അത് ദൈവത്തിന് പ്രീതികരമാകും, ദൈവത്തിന് സ്വീകാര്യമാകും, നമുക്ക് കൂടുതൽ ആത്മീയ തലത്തിൽ ഉപകാരമുണ്ടാകും. ഈ 3 കാര്യങ്ങൾ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് നമ്മൾ ഉപവാസത്തെക്കുറിച്ചുള്ള തർക്കങ്ങൾ, സംശയങ്ങൾ, സംസാരങ്ങൾ, ഇതൊക്കെയാണ് ഇന്നത്തെ 2 വായനകളിലും നമ്മൾ കേട്ട കാര്യം. യെശയ്യായുടെ പുസ്തകം 58, അതിൻ്റെ ശീർഷകം യഥാർത്ഥമായ ഉപവാസം. എൻ്റെ താഴെ വരുന്ന ഏതാനും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ആദ്യ വായനയായിട്ട് കേട്ടത്. സക്കറിയായുടെ പുസ്തകം 7-ാം അധ്യായം, അതിൻ്റെ ശീർഷകം യഥാർത്ഥമായ ഉപവാസം. ഇതുപോലെ തന്നെ ദൈവത്തിന് പ്രീതികരമാകുന്ന യഥാർത്ഥമായ ഉപവാസം അതെങ്ങനെ നമുക്ക് അനുഷ്ഠിക്കാൻ സാധിക്കും എന്നുള്ളത് സക്കറിയ 7-ാം അധ്യായം വായിച്ചാലും നമുക്ക് കാണാവുന്നതാണ്. ഈ വായനകളുടെ വെളിച്ചത്തിൽ നമ്മൾ കാണുകയാണ്, ഫരിസേയരും നിയമജ്ഞരും ഉപവസിച്ചു. പക്ഷെ അവർ ഉപവസിക്കാത്ത ചിലരെ കണ്ടുപിടിച്ചു. യേശുവും ശിഷ്യന്മാരും ഇവർ ചെയ്തതുപോലെ ഉപവാസം നടത്തിയില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഞങ്ങളൊക്കെ ഉപവസിക്കുമ്പോൾ നിങ്ങൾ ഉപവസിക്കാത്തത് എന്ന് അവർ സംസാരിക്കുന്നത് കാണാൻ പറ്റും. അപ്പം ഇതിലൂടെ നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഉപവസിക്കാം, നമുക്ക് താല്പര്യമുള്ള രീതിയിലൊക്കെ ഭക്ഷണപദാർത്ഥങ്ങൾ ഉപേക്ഷിക്കാം. പക്ഷേ ആരെങ്കിലും അതൊന്നും ഉപേക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞ് അവർക്കെതിരെ സംസാരിക്കുകയോ അവരെ വിധിക്കുകയോ ചെയ്യുന്നത് ഇതിനേക്കാൾ ഗൗരവമുള്ളൊരു കാര്യമാണെന്ന് നാം തിരിച്ചറിയണം. നമ്മൾ ഭക്ഷണപദാർത്ഥങ്ങൾ ഉപവസിക്കുന്നില്ലെങ്കിലും മറ്റുള്ളവരെ വിധിക്കുന്നത്, ഉപവസിക്കേണ്ടത് അത് ദൈവം ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇനി ചിലരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ആത്മനിയന്ത്രണം കിട്ടാൻ, സംസാരത്തെ നിയന്ത്രിച്ച് ദൈവത്തിന് പ്രീതികരമായ രീതിയിൽ സംസാരിക്കാനും പെരുമാറാനൊക്കെ പറ്റണമെങ്കിൽ അല്പം ഉപവാസമൊക്കെ വേണം. കാരണം അത് നമ്മുടെ ശരീരത്തിൻ്റെ ഇഷ്ടങ്ങളെ നമ്മൾ ബലി കഴിക്കുന്ന ഒരു കാര്യമാണ്. ആത്മനിയന്ത്രണത്തിനായിട്ട് നമ്മളൊരു പരിശ്രമം നടത്തുന്ന കാര്യമാണ്. അങ്ങനെ ആ ഒരു മേഖലയിൽ നമുക്ക് നിയന്ത്രണം വന്നു കഴിഞ്ഞാൽ മറ്റു പല മേഖലകളിലും ആ നിയന്ത്രണം കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ടാണ് ശരീരത്തിൻ്റെ ഇഷ്ടങ്ങളെ ബലി കഴിക്കാനുള്ളൊരു പരിശ്രമം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ നമ്മൾ നടത്തുന്നത്. ഇന്നത്തെ ആദ്യ വായന നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, പലരും ഇന്ന് ചോദിക്കാറുള്ളൊരു കാര്യമാണ്, ഞാൻ ഈ കണ്ട ഉപവാസമൊക്കെ നടത്തിയിട്ട് എനിക്കെന്ത് കിട്ടി? അല്ലെങ്കിൽ ഞാൻ ഈ കണ്ട പ്രാർത്ഥനകളെല്ലാം നടത്തിയിട്ട് എൻ്റെ കാര്യം ഇതുവരെ നടന്നില്ലല്ലോ. അങ്ങനെയൊക്കെ പറഞ്ഞ് പരാതി പരിഭവം പറയുന്ന, ദൈവത്തെ തന്നെ കുറ്റപ്പെടുത്തുന്ന, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന സാഹചര്യങ്ങളുണ്ടാകാം. ഇതെല്ലാം ആയിട്ടും അവർ ഉപവാസം നോക്കിയെന്ന് വരും. അതിനാണ് കർത്താവ് ചോദിച്ചത്, നിങ്ങൾ ഈ ഉപവാസ ദിനമെന്ന് പറഞ്ഞൊരു ദിവസം വെച്ചിട്ടുണ്ട്. ആ ദിവസം നിങ്ങൾ വെള്ളം പോലും ഇറക്കാതെ നിങ്ങൾ ഉപവാസം നടത്തുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നെങ്കിൽ ഈ ഒരു ദിവസത്തേക്ക് നിങ്ങളെ എളിമപ്പെടുത്തുന്നൊരു ഉപവാസമാണോ ശരിക്കുള്ള ഉപവാസം? അതിനേക്കാൾ ജീവിതം മാറ്റുന്നതാണ്
ശരിക്കുള്ള ഉപവാസം എന്ന് കർത്താവ് തന്നെ പഠിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ കണ്ടത്, യേശു ഉപവാസം അനുഷ്ഠിച്ചവരെ നോക്കി അവരെ കുറ്റപ്പെടുത്തി അല്ലെ അവരുടെ ജീവിതം തിരുത്താൻ അവരോട് ആവശ്യപ്പെടുന്നത് നമുക്ക് കാണാൻ പറ്റും. ഏതാനും ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇന്നത്തെ ആദ്യ വായനയിൽ കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. ഒന്നാമത്തെ കാര്യം പറയുകയാണ്, നിങ്ങൾ പാപം വർജിക്കുക. പാപം വർജിക്കുക. നിങ്ങൾ തിന്മ ഉപേക്ഷിക്കാൻ തയ്യാറാവുക. പാപം ഉപേക്ഷിച്ച് പാപരഹിത ജീവിതത്തിന് തയ്യാറാവുക. അതാണ് ഏറ്റവും വലിയ ഉപവാസം. നമ്മൾ കാണുന്നുണ്ട്, പ്രഭാഷകൻ 37:15 വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നൊരു കാര്യമുണ്ട്, എല്ലാറ്റിനും ഉപരിയായി സത്യമാർഗത്തിൽ നയിക്കപ്പെടാൻ, പാപരഹിത ജീവിതം നയിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക. നമ്മുടെ ഈ ശരീരത്തിൻ്റെ ഒരു രോഗം മാറുന്നതോ, വിദേശത്ത് എവിടെയെങ്കിലും പോകാൻ പറ്റുന്നതോ, അതല്ലെങ്കിൽ മക്കളുടെ കല്യാണം നടക്കുന്നതോ, വീട് വിൽപ്പന നടക്കുന്നതോ, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതാണ് ദിവസവും നമ്മുടെ പ്രാർത്ഥനയിൽ നിയോഗമായിട്ട് വരേണ്ടത്. സർവോപരി നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട വിഷയം ഇതാണെന്ന്. സത്യമാർഗത്തിൽ നയിക്കപ്പെടാൻ അത്യുന്നതനായ ദൈവത്തോട് പ്രാർത്ഥിക്കുക. പറയുന്നുണ്ട്, പാപരഹിത ജീവിതം നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ഒരു വിഷയം വെച്ച് ദിവസേന നമ്മൾ പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. വീണ്ടും കർത്താവ് പറയുകയാണ്, അനീതി ഉപേക്ഷിക്കുക. അനീതി കാണിക്കുന്നത് നിങ്ങൾ എത്രയും വേഗം അതിനൊരു സ്റ്റോപ്പിട്. അതാണ് ദൈവത്തിന് പ്രീതികരമാകുന്നത്. നീതിപൂർവം ജീവിക്കേണ്ടവരാണ് ദൈവമക്കൾ. ദൈവം നീതിമാനാണ്. ദൈവത്തിൻ്റെ വിധികൾ നീതിയോടെയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ബൈബിളിൽ നമ്മൾ കാണുന്നതാണ്. യേശു നീതിമാനായ ദൈവമാണെന്നും യോഹന്നാൻ ശ്ലീഹ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ മക്കൾ നീതിയിൽ ജീവിക്കണം, അനീതി ഒഴിവാക്കാൻ തയ്യാറാവണം. ഇതൊക്കെയാണ് ദൈവം കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളോട് ചേർത്ത് വെച്ചുള്ള ഉപവാസം, പ്രാർത്ഥന നല്ലതാണ്. അത് ദൈവത്തിന് പ്രീതികരമാണെന്ന് ബൈബിളിൽ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ്. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും, കർത്താവ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇതാണ്, നിങ്ങൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുക. ദൈവത്തോട് ചേർന്ന് നിൽക്കുക. ദൈവം ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്. അത് യാക്കോബ് ശ്ലീഹ 4-ാം അധ്യായം 8-9 വചനങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ കാണുന്നൊരു കാര്യമാണ്, സാത്താനെ ചെറുത്തു തോൽപ്പിക്കുന്നതോടൊപ്പം ദൈവത്തോട് ചേർന്ന് നിൽക്കണം. അതിനുവേണ്ടിയുള്ള ഉപവാസം, പ്രാർത്ഥന സഭ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ചില അശുദ്ധാത്മാക്കളെ ഒഴിപ്പിക്കണമെങ്കിൽ പ്രാർത്ഥന മാത്രം പോരാ, ഉപവാസം കൂടി വേണം. വിശുദ്ധരുടെ അഭിപ്രായം അവർ പറഞ്ഞിരിക്കുന്ന അപ്രകാരമാണ്. ഉപവാസവും പ്രാർത്ഥനയും കൊണ്ടല്ലാതെ ഈ ജാതി അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാൻ സാധ്യമല്ല. പറയുന്നുണ്ട്, അശുദ്ധാത്മാക്കളെ നമ്മൾ ചെറുത്ത് തോൽപ്പിക്കണം, ഒപ്പം ദൈവത്തോട് നമ്മൾ ചേർന്ന് നിൽക്കണം എന്നുള്ളത് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇതെല്ലാം ചേർത്ത് നമുക്ക് പഠിക്കാവുന്ന ഒരു കാര്യമാണ്. 1 രാജാക്കന്മാർ 21-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വചനം. 1 രാജാക്കന്മാർ 21-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. ആഹാബ് ചെയ്ത പല കാര്യങ്ങൾ, രാജകീയ വസ്ത്രം മാറ്റി, അവന് ചാക്കെടുത്തുകൊടുത്തു, ചാരമേത്ത് പൂശി, ഉപവാസം അനുഷ്ഠിച്ചു, ചാരത്തിലിരുന്നു. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതെല്ലാം കൂടെ ചേർത്ത് ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്, ആഹാബ് എൻ്റെ മുമ്പിൽ എളിമപ്പെട്ടത് കണ്ടില്ലേ. പണ്ട് പ്രിയപ്പെട്ടവരെ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ നോമ്പ് കാലത്ത് നടക്കേണ്ടത് എളിമപ്പെടുക എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ മുമ്പിൽ എളിമപ്പെട്ട് ജീവിക്കാൻ നമ്മൾ പഠിക്കുക. അഹങ്കാരം വെടിയുക എന്നുള്ളത് ദൈവം നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്നൊരു കാര്യമാണ്. ഈ ഒരു കാര്യം ആഹാബ് ചെയ്തപ്പോൾ കർത്താവ് പറഞ്ഞൊരു കാര്യം, അവൻ്റെ മേലൊരു ശിക്ഷ അയക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു, പക്ഷേ എൻ്റെ തീരുമാനം ഞാൻ മാറ്റുകയാണ്. എളിമപ്പെടുന്നവരുടെ മുമ്പിൽ ദൈവം മനസ്സ് മാറ്റും എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. പറയുന്നുണ്ട്, ഇതുവരെ നടക്കാതിരുന്ന കാര്യങ്ങൾ നടക്കാൻ എളിമപ്പെട്ട് പ്രാർത്ഥിക്കുക. ഇതുവരെ മാറാതിരുന്ന ദുശീലം മാറാൻ എളിമപ്പെട്ട് പ്രാർത്ഥിക്കുക. ഇതുവരെ നമ്മുടെ ഹൃദയാഭിലാഷങ്ങൾ നടന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ എളിമപ്പെട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ ദൈവം പ്രവർത്തിക്കും, ദൈവം കരുണ കാണിക്കും എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു സന്ദേശമാണ്
ഈ നോമ്പ് കാലത്ത് ഹൃദയത്തിലേറ്റ് നമ്മൾ ജീവിക്കേണ്ടത്, അനുദിനം പ്രാവർത്തികമാക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ടത്. നമ്മളെ അഹങ്കാരത്തിലേക്ക് നയിച്ചിരിക്കുന്ന സകല കാര്യങ്ങളും, പ്രത്യേകിച്ച് അതിൻ്റെ പിന്നിൽ സാത്താൻ നമ്മെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ സംസാരത്തിൽ, നോട്ടത്തിൽ, പെരുമാറ്റത്തിൽ ഒക്കെ അഹങ്കാരം വരുവാൻ, അത് തിരിച്ചറിഞ്ഞ് അത് വെടിഞ്ഞ് ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ഇന്നത്തെ ബലിയിൽ ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.